സൂറത്തുൽ അൻഫാലിലെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ബദർ യുദ്ധത്തിൽ കൊള്ള മുതലായി കിട്ടിയ കുറച്ച് സ്വത്തുക്കൾ ആദ്യം മുഹമ്മദ് കിട്ടിയവർക്ക് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൈക്കലാക്കിയ ആളുകൾ അതുമായിട്ട് സ്ഥലം വിടാൻ ശ്രമിച്ചപ്പോൾ ആ മുതലുകളൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അത് അള്ളാഹുവിൻ്റേതും റസൂലിൻ്റേതുമാണ് എന്ന് പറഞ്ഞ് ആയത്തിറക്കിക്കൊണ്ട് മുഹമ്മദ് ചതി പ്രയോഗിക്കുന്നതാണ് അതിൽ നമ്മൾ കണ്ടത്. ഇനി 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒരുമിച്ച് വായിക്കാം. ബദർ യുദ്ധത്തിൻ്റെ തന്നെ പശ്ചാത്തലത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. മുഹമ്മദിൻ്റെ ചതിയുടെയും നെറികേടിൻ്റെയും ഒരു പരമ്പര തന്നെ നമുക്ക് മുഹമ്മദിൻ്റെ മദീന ജീവിതത്തിൻ്റെ ആരംഭം മുതൽ മുഹമ്മദിൻ്റെ മരണം വരെയും ഇസ്ലാം എന്ന മതം വിജയകരമായി മദീനയിൽ സ്ഥാപിക്കുന്നതിൻ്റെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ചതിയാണ് മുഹമ്മദിൻ്റെ മുഖമുദ്രയായിട്ട് നമ്മളിവിടെയൊക്കെ കാണുന്നത്. നെറികേടുകളും ചതിയും പ്രയോഗിച്ചുകൊണ്ട് അക്രമത്തിലൂടെ സമൂഹത്തെ കീഴടക്കി ഒരു സാമ്രാജ്യം തന്നെ സ്ഥാപിക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. ആ നെറികേടുകൾക്കും ചതികൾക്കുമെല്ലാം ഉപയോഗിച്ച ഫേക്ക് ഐഡി ആയിരുന്നു മുഹമ്മദിൻ്റെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ പേരിലുള്ള വെളിപാടുകളും എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അധ്യായത്തിലെയും ഇതുപോലുള്ള ഒരുപാട് അധ്യായങ്ങളിലെയും ഖുർആൻ വാക്യങ്ങൾ. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതിൻ്റെ പശ്ചാത്തലത്തിലും നമുക്ക് ഈ ചതിയുടെ ചരിത്രം കാണാം. വിശ്വാസികളിൽ ഒരു വിഭാഗം ഇഷ്ടമില്ലാത്തവരായിരിക്കെ തന്നെ നിൻ്റെ വീട്ടിൽ നിന്ന് ന്യായമായ കാര്യത്തിന് നിൻ്റെ രക്ഷിതാവ് നിന്നെ പുറത്തിറക്കിയതുപോലെ തന്നെയാണ് ഇത്. ന്യായമായ കാര്യത്തിൽ അത് വ്യക്തമായതിന് ശേഷം അവർ നിന്നോട് തർക്കിക്കുകയായിരുന്നു. അവർ നോക്കിക്കൊണ്ടിരിക്കെ മരണത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നത് പോലെ. 2 സംഘങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് അധീനമാകുമെന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സന്ദർഭം. ആയുധബലമില്ലാത്ത സംഘം നിങ്ങൾക്ക് അധീനമാകണം എന്നായിരുന്നു നിങ്ങൾ കൊതിച്ചിരുന്നത്. അള്ളാഹു ആകട്ടെ തൻ്റെ കൽപ്പന മുഖേന സത്യം പുലർത്തി കാണിക്കുവാനും സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയുവാനുമാണ് ഉദ്ദേശിച്ചിരുന്നത്. സത്യത്തെ സത്യമായി പുലർത്തേണ്ടതിനും അസത്യത്തെ ഫലശൂന്യമാക്കി തീർക്കേണ്ടതിനും അത്രയേ അത്. ദുഷ്ടന്മാർക്ക് അതെത്ര അനിഷ്ടകരമായാലും ശരി. ഈ വാക്യങ്ങൾ കഴിഞ്ഞ വാക്യങ്ങളിൽ പറഞ്ഞതിൻ്റെ മുമ്പ് നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് വിവരണം പോലെയുള്ള ചരിത്രഭാഗങ്ങളാണ്. ഈ വാക്യങ്ങളൊന്നും നേരിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് എന്നോ ഇതിലൂടെ എന്ത് സന്ദേശമാണ് മനുഷ്യരാശിക്ക് കിട്ടാനുള്ളത് എന്നോ ഈ വാക്യങ്ങളിലൂടെ ലോകാവസാനം വരെയുള്ള മനുഷ്യൻ എന്ത് ഗുണപാഠമാണ് ആർജിക്കേണ്ടത് എന്നോ ഒക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ യാതൊരു എത്തും പിടിയും കിട്ടില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും മനുഷ്യരാശിക്ക് ഗുണപരമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും ഒരു സന്ദേശവും ഇതിനകത്തൊന്നും ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തെങ്കിലും സന്ദേശമുണ്ട് ഇതിൽ എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ആ സന്ദേശം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധവും ഇന്നത്തെ കാലത്ത് നെറികെട്ടതും ഭീകരവുമാണ് എന്നുകൂടി നമുക്ക് ഇതിൻ്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് പറയാൻ കഴിയും. ഇവിടെ വിശ്വാസികളിൽ ഒരു വിഭാഗം ഇഷ്ടമില്ലാത്തവരായിരിക്കെ തന്നെ നിൻ്റെ വീട്ടിൽ നിന്ന് ന്യായമായ കാര്യത്തിന് നിൻ്റെ രക്ഷിതാവ് നിന്നെ പുറത്തിറക്കിയതുപോലെ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞത്. നേരത്തെ മുഹമ്മദ് പറഞ്ഞു, വാളെടുത്ത് വെട്ടാൻ പോകുന്നവർക്ക് കിട്ടിയവർക്ക് എന്ന രീതിയിൽ കിട്ടുന്നത് കൈക്കലാക്കാം. ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അയാളുടെ കൈവശമുള്ള സ്വത്തുക്കളെല്ലാം ആ കൊല്ലുന്ന ആൾക്കുള്ളതാണ്. ആരെങ്കിലും നിങ്ങൾ തടവുകാരായി പിടിക്കുകയാണെങ്കിൽ ആ തടവുകാരൻ ആ പിടിച്ച ആൾക്കുള്ള സ്വത്താണ്, അയാൾക്ക് വിറ്റ് കാശാക്കാം എന്ന് പറഞ്ഞ് കിട്ടിയവർക്ക് എന്ന സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ചെറുപ്പക്കാരായ ആളുകളെ യുദ്ധമുഖത്തേക്ക് അയച്ചു. അതേസമയത്ത് മുഹമ്മദിനെ സംരക്ഷിക്കാൻ വേണ്ടി വേറൊരു വിഭാഗത്തെ ചുറ്റും നിർത്തുകയും വേറെ ചില വിഭാഗങ്ങൾക്ക് വേറെ ചില ചുമതലകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവരറിയാതെയാണ് മറ്റവർക്ക് മുഹമ്മദ് ഈ ഓഫർ കൊടുത്തത്, കിട്ടിയവർക്ക് എന്നുള്ളത്. കാരണം എല്ലാവരും കൂടെ ഒരു ടീം വർക്കായിട്ട് നടക്കുന്ന ഒരു കൊള്ള കഴിഞ്ഞാൽ പിന്നെ ആ കൊള്ള മുതൽ ഈക്വലായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് നീതി. പക്ഷേ കൊള്ള ചെയ്യാൻ പോകുന്നവരെ പിരികേറ്റാൻ വേണ്ടിയിട്ട് ആ കിട്ടിയവർക്ക് എന്ന വൃത്തികെട്ട സിദ്ധാന്തം മുഹമ്മദ് ആദ്യം അവതരിപ്പിച്ചു. എന്നിട്ട് കിട്ടിയവർക്ക് എന്ന സിദ്ധാന്തം അനുസരിച്ച് കിട്ടിയത് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ മുഹമ്മദ് കാലുമാറിയിട്ട് ആയത്തിറക്കിയിട്ട് പറഞ്ഞു, കിട്ടിയ മുതലൊക്കെ
അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആണെന്ന്. അതിൻ്റെ പേരിലുണ്ടായ തർക്കങ്ങളും മുറുമുറുപ്പുകളും ആ ഒരു സന്ദർഭത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളെ ഈ യുദ്ധത്തിന് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നിങ്ങളിൽ കുറേ ആളുകൾക്ക് അതിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇഷ്ടമുണ്ടായിരുന്നില്ല. നിങ്ങളെ ഞാൻ നിർബന്ധിച്ചാണ് അള്ളാഹു ഒരു നല്ല കാര്യത്തിന് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ മുതൽ കിട്ടിയ സമയത്തും നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അനുയായികളെ ചീത്ത വിളിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ന്യായമായ കാര്യത്തിൽ അത് വ്യക്തമായതിനു ശേഷം അവർ നിന്നോട് തർക്കിക്കുകയായിരുന്നു. അവർ നോക്കിക്കൊണ്ടിരിക്കെ മരണത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നത് പോലെ. അപ്പോൾ ആടിനെ അറുക്കാൻ കൊണ്ടുപോകുന്നത് പോലെ ഞങ്ങളെ കൊണ്ടുപോവാണ് കൊല്ലാൻ എന്ന മട്ടിലാണ് ഈ ബദർ യുദ്ധത്തിന് പോകാൻ വിസമ്മതിച്ച ആളുകൾ പെരുമാറിയത് എന്ന് അവരെ കുറ്റപ്പെടുത്തുകയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ തന്നെ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പലരും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതുപോലെ തന്നെ മദീനയിലെത്തിയതിന് ശേഷം മറ്റുള്ളവരുടെ കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കാൻ പോകുന്നത് പോലും മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലർക്കും ഹിതകരമായിരുന്നില്ല എന്ന് തന്നെയാണ്. കാരണം മുഹമ്മദിനേക്കാൾ മനുഷ്യത്വവും കുറച്ചും കൂടെയൊക്കെ നേരും നെറിയുമുള്ളവരായിരുന്നു മുഹമ്മദിൻ്റെ കൂടെ കൂടിയവരിൽ കുറച്ചാളുകളെങ്കിലും. മദീനയിൽ നിന്ന് മുഹമ്മദിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂടിയ ഗോത്രങ്ങളിലും ഇതുപോലെ തന്നെ കുറച്ചൊക്കെ നേരും നെറിയുള്ള ആളുകളുണ്ടായിരുന്നു. അവരിൽ പലർക്കും ഈ അനാവശ്യമായ കൊള്ളയ്ക്കും അക്രമത്തിനും താല്പര്യമുണ്ടായിരുന്നില്ല. വേറെ ചിലർക്കാകട്ടെ കൊള്ളയ്ക്ക് പോകുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതല്ലാത്ത യുദ്ധത്തിന് പോയിട്ട് വെറുതെ ചാവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. കൊള്ളയ്ക്ക് പോയാൽ മുതൽ കിട്ടുമെന്നതുകൊണ്ട് അതിൽ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ കൊള്ളയല്ലാത്ത ഏർപ്പാടിന് വെറുതെ അക്രമത്തിനും യുദ്ധത്തിനും പോകുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് മുഹമ്മദിന് ചുറ്റും ഉണ്ടായിരുന്നത്. അവരെല്ലാവരെയും മുഹമ്മദിൻ്റെ കുതന്ത്രങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് നയിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി സ്വയം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ ഫേക്ക് ഐഡിയയിലൂടെ ആയത്തിറക്കിക്കൊണ്ട് ഈ വിശ്വാസികളായിട്ട് കൂടെ നിന്നിട്ടുള്ള ആളുകളെ കബളിപ്പിക്കുകയായിരുന്നു മുഹമ്മദ് ചെയ്തിരുന്നത്. മുഹമ്മദിൻ്റെ വെളിപാടുകൾ മൊത്തം കബളിപ്പിക്കാനും ചതിക്കാനും വേണ്ടിയുള്ളതായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. 2 സംഘങ്ങളിലൊന്ന് നിങ്ങൾക്ക് അധീനമാകുമെന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സന്ദർഭം, ആയുധബലമില്ലാത്ത സംഘം നിങ്ങൾക്ക് അധീനമാകണമെന്നായിരുന്നു നിങ്ങൾ കൊതിച്ചിരുന്നത്. അള്ളാഹു ആകട്ടെ തൻ്റെ കൽപ്പനകൾ മുഖേന സത്യം പുലർത്തി കാണിക്കുവാനും സത്യനിഷേധികളുടെ മുരട് മുറിച്ച് കളയുവാനുമാണ് ഉദ്ദേശിച്ചിരുന്നത്. സത്യത്തെ സത്യമായി പുലർത്തേണ്ടതിനും അസത്യത്തെ ഫലശൂന്യമാക്കി തീർക്കേണ്ടതിനും അത്രേ അത്. ദുഷ്ടന്മാർക്ക് അതെത്ര അനിഷ്ടകരമായാലും ശരി. അപ്പോൾ ഈ ദുഷ്ടന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത് സ്വന്തം അനുയായികളായി കൂടെ ഉണ്ടായിരുന്ന ആളുകളെയാണ്. ആ ആളുകളിൽ ഈ അക്രമത്തിനും യുദ്ധത്തിനും കൊള്ളയ്ക്കും പോകാൻ താല്പര്യമില്ലാതെ അനിഷ്ടം പ്രകടിപ്പിച്ചവരെയാണ് ദുഷ്ടന്മാർ എന്നിവിടെ കുറ്റപ്പെടുത്തുന്നത്. എന്നു മാത്രമല്ല, ഇവിടെ ഈ 2 സംഘങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് അധീനമാകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്നത് ബദർ യുദ്ധത്തിൻ്റെ ചരിത്രമാണ്. ബദർ യുദ്ധം യഥാർത്ഥത്തിൽ മുഹമ്മദ് പ്ലാൻ ചെയ്തതനുസരിച്ചല്ല നടന്നത്. മുഹമ്മദ് പ്ലാൻ ചെയ്തത് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം സിറിയയിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അവർ സാധാരണ വരുന്ന വഴിയിൽ പതുങ്ങി കാത്തു നിന്നുകൊണ്ട് കൊള്ളയടിക്കുക എന്നതായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ മുഹമ്മദ് കൊള്ളയടിക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ടും പിന്നീട് ആ 4 മാസത്തിൻ്റെ ഗ്യാപ്പിൽ മുഹമ്മദ് മറ്റൊരു ചതിപ്രയോഗം നടത്തി എന്നതും ഒക്കെ മണത്തറിഞ്ഞ അബൂ സുഫിയാനും സംഘവും മുഹമ്മദിൻ്റെ പദ്ധതികൾ ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ചോർത്തി. അതനുസരിച്ച് മുഹമ്മദ് എവിടെയാണ് ഉണ്ടാവുക എന്നും മുഹമ്മദിൻ്റെ പദ്ധതി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയ അബൂ സുഫിയാനും കൂട്ടരും മക്കയിലേക്ക് വിവരം അറിയിച്ച് മക്കയിൽ നിന്ന് ഒരു സൈന്യത്തെ തട്ടിക്കൂട്ടി ഇങ്ങോട്ട് അയക്കുകയും കച്ചവട സംഘം സാധാരണ സഞ്ചരിക്കുന്ന വഴി മാറി മുഹമ്മദിനെ കബളിപ്പിച്ചുകൊണ്ട് മറ്റൊരു വഴിക്ക് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദിൻ്റെ ഈ കൊള്ള പദ്ധതി നടക്കാതെ വരികയും അതേ സമയത്ത് മക്കയിൽ നിന്ന് ഒരു സംരക്ഷണ സേന തങ്ങളുടെ നേരെ വരുന്നുണ്ട് എന്ന വിവരം മുഹമ്മദ് അറിയുകയും, ഇതൊക്കെ മുഹമ്മദ് അറിയുന്നത് ചാരന്മാരെ പറഞ്ഞയച്ചിട്ടാണ്. അതല്ലാതെ അള്ളാഹു ഒന്നും അറിയിച്ചു കൊടുക്കുന്നില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചാരന്മാരെ പറഞ്ഞയക്കേണ്ട കാര്യമില്ല. അള്ളാഹു ഇങ്ങനെ നേരിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ചാരന്മാരെ അയച്ച് അറിഞ്ഞ വിവരമനുസരിച്ച് മുഹമ്മദ് കച്ചവട സംഘത്തെ നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ മറ്റേ സംഘത്തെ ആക്രമിക്കാനായിട്ട് തീരുമാനിച്ചു. കാരണം അവരും താൽക്കാലികമായി തട്ടിക്കൂട്ടിയ ഒരു സംഘമാണ് എന്നും
എന്നാൽ ഇവർ വളരെ ആസൂത്രിതമായിട്ട് കൊള്ളയടിക്കാൻ വേണ്ടി പുറപ്പെട്ട സംഘമാണ് എന്നതുകൊണ്ടും മുഹമ്മദിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം അവരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന്. അങ്ങനെ അതല്ലെങ്കിൽ മുഹമ്മദിന് ഇവരുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും എന്ന് മുഹമ്മദ് ഉറപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഈ ബദർ എന്ന് പറയുന്ന സ്ഥലമൊക്കെ കച്ചവട സംഘത്തെ മുഹമ്മദ് കൊള്ളയടിക്കാൻ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ട് മുഹമ്മദ് കൂട്ടർ അവിടെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി മക്കക്കാരുടെ സൈന്യം അങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുമായി എന്തായാലും ഏറ്റുമുട്ടേണ്ടി വരും എന്ന് തോന്നിയ മുഹമ്മദ് ആയത്തിറക്കിക്കൊണ്ട് വീണ്ടും കബളിപ്പിക്കുക. ആ കബളിപ്പിക്കലിൻ്റെ ഭാഗമാണ് രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് ഞാൻ ഏർപ്പാടാക്കി തരാമെന്ന് അള്ളാഹു പറഞ്ഞിരുന്നു എന്നൊക്കെ. ഇതൊക്കെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബടായി പറയുന്നതാണ്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ, ഞാൻ അങ്ങനെ തോന്നിപ്പിച്ചിരുന്നില്ലേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എട്ടുകാലി മമ്മൂഞ്ഞായി ആ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അള്ളാഹു ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓരോ യുദ്ധത്തിലും അങ്ങനെയാണ്. തോറ്റ യുദ്ധമാണെങ്കിൽ അള്ളാഹുവും മലക്കുകളൊക്കെ നേരത്തെ തടിയെടുക്കുകയും എന്നിട്ട് പിന്നെ ഈ യുദ്ധം ചെയ്യാൻ പോയ ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് വേറെ എന്തെങ്കിലും ന്യായം പറയുകയും ഒക്കെയാണ് അള്ളാഹിൻ്റെ പതിവ്. തോറ്റ യുദ്ധങ്ങളിലെ അങ്ങനത്തെ കോമഡികൾ നമുക്ക് കാണാം. ഇവിടെ ജയിച്ച യുദ്ധമായതുകൊണ്ട് ജയിച്ചതിൻ്റെ മുഴുവൻ ഉത്തരവാദി താനാണെന്ന് പറഞ്ഞുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞി ചമഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ സംരക്ഷണ സേനയൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് കച്ചവടത്തിന് പോയ സമയമാണ്. അതുകൊണ്ട് തന്നെ അവരെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പം സാധിക്കും എന്നതുകൊണ്ടാണ് മുഹമ്മദ് ഒരു സൈന്യവുമായിട്ട് കച്ചവട സംഘത്തെ ആക്രമിക്കാനായിട്ട് പുറപ്പെടുന്നത്. ആ കച്ചവട സംഘത്തെ കിട്ടില്ല എന്ന് തോന്നിയ സമയത്ത് മുഹമ്മദ് മറ്റേ സംഘവുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലായപ്പോൾ അനുയായികളോട് മുഹമ്മദ് പറഞ്ഞതാണ്, അള്ളാഹു ഇങ്ങനെ രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആദ്യം കൊള്ള സംഘത്തെ അള്ളാഹു വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അത് നടപ്പില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ വേറൊരു സംഘത്തെ അള്ളാഹു നിങ്ങൾക്ക് ശരിയാക്കി തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുപോവാണ്. പക്ഷേ ആ യുദ്ധത്തിൽ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ആളുകൾ മുഹമ്മദിനോട് അതിന് പോകണ്ട, നമുക്ക് കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. അതിനെയാണ് ഇവിടെ ദുഷ്ടന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ ഈ കുറ്റപ്പെടുത്തുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ തഫ്സീറുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റേതായ അഭിപ്രായങ്ങളല്ല, തഫ്സീറുകളിൽ തന്നെ നമുക്ക് കാണാം. ജലാലൈനിയുടെ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാപ്പൻഡ് ദാറ്റ് അബൂ സുഫിയാൻ വാസ് റിട്ടേണിംഗ് ഫ്രം സിറിയ വിത്ത് എ കാരവൻ. ദ പ്രോഫറ്റ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വെന്റ് ഫോർത്ത് ടു പ്ലണ്ടർ ഇറ്റ്. കൊള്ളയടിക്കാൻ പോയി എന്നാണ് പറയുന്നത്. ബട്ട് ഖുറൈഷ് ബിക്കെയിം അവെയർ ഓഫ് ദിസ് ആൻഡ് സോ അബൂ ജഹൽ ആൻഡ് സം മെക്കൻ ഫൈറ്റേഴ്സ് റോഡ് ഔട്ട് ടു ഡിഫെൻഡ് ഇറ്റ്. ദീസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദി ബാൻഡ്. അബൂ സുഫിയാൻ ഡ്രോവ് ദി കാരവൻ വയ ദി കോസ്റ്റൽ റൂട്ട് ആൻഡ് ഇറ്റ് മാനേജ് ടു എസ്കേപ്പ്. Abu Jahl was then advised to return but he refused and marched on towards Badr. ഇവിടെ ഒരു കാര്യം കൂടെ, അബൂ ജഹലിലാണ് ഈ ബദറിലേക്ക് ഈ സൈന്യവുമായിട്ട് വന്നത്. അബൂ സുഫിയാൻ അബൂ ജഹലിനോട് ഇനി അങ്ങോട്ട് പോവേണ്ട, മടങ്ങിപ്പോരൂ എന്ന് പറഞ്ഞാണ്. കാരണം കച്ചവട സംഘം രക്ഷപ്പെട്ടു മുഹമ്മദിൻ്റെ ആക്രമണത്തിൽ പെടാതെ വഴിമാറി സഞ്ചരിച്ച് മക്കയിൽ സേഫായിട്ട് എത്തി എന്നതുകൊണ്ട് ഇനി യുദ്ധത്തിന് പോകണ്ട എന്ന് അബൂ ജഹലിനോട് അബൂ സുഫിയാൻ പറഞ്ഞു എന്നാണ് ഇവിടെ ജലാലൈനി പറയുന്നത്. എന്നിട്ടും ഇവരായിട്ടൊന്ന് മുട്ടിക്കളയാം എന്ന ധൈര്യത്തിലാണ് അബൂ ജഹൽ ഈ സൈന്യത്തെയും കൊണ്ട് ബദറിലേക്ക് വന്നത് എന്നാണ് ജലാലൈനി എഴുതി വെച്ചിട്ടുള്ളത്. അബൂ ജഹൽ വാസ് ദെൻ അഡ്വൈസ്ഡ് ടു റിട്ടേൺ ബട്ട് ഹി റെഫ്യൂസ്ഡ് ആൻഡ് മാർച്ച്ഡ് ടുവേർഡ്സ് ബദർ. The prophet consulted with his followers, saying to them, God has promised me one of the two parties. So they agreed with him to attack the Meccan band, but some of them were averse to this, complaining, we have not come prepared for this. അബൂജഹലും സംഘവും മുഹമ്മദിൻ്റെ സംഘത്തെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ മുഹമ്മദ് അനുയായികളോട് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അതിന് പ്രിപ്പയർഡ് അല്ല, ഞങ്ങൾ ആയുധങ്ങളൊന്നും ഇല്ലാത്ത കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ മാത്രമല്ലേ പ്രിപ്പയർ ആയിട്ടുള്ളൂ, അതല്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു യുദ്ധത്തിന് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിച്ചിട്ടുണ്ട്. ആ തർക്കത്തെക്കുറിച്ച് പിന്നീട് യുദ്ധം കഴിഞ്ഞതിന് ശേഷം തർക്കിച്ചവരെ ദുഷ്ടന്മാർ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ വേണ്ടി മുഹമ്മദ് അവതരിപ്പിച്ചതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വെളിപാടുകൾ. ഇനി ഇബ്നു കസീർ തർക്കം ഉന്നയിച്ചവരെ കുറിച്ച് പറയുന്നത്, സം ഹാവ് കമൻറ്റഡ്, Allah says they ask and argue with you about I'll unfold
just as they argued with you when you went out for the battle of Badr, saying, You marched with us to confiscate the caravan. You did not inform us that there will be fighting and that we should prepare for it. ആയുധങ്ങളൊന്നുമില്ലാത്ത കച്ചവട സംഘത്തെ കൊള്ളയടിക്കാനല്ലേ നീ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ? അതല്ലാതെ ആയുധ സംഘവുമായിട്ട് ഏറ്റുമുട്ടാൻ ഞങ്ങൾ പ്രിപ്പയർഡ് അല്ലല്ലോ, പിന്നെന്തിനാണ് ഞങ്ങൾ അതിനെ നിർബന്ധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദുമായി തർക്കത്തിലേർപ്പെട്ടു. ആ തർക്കത്തെക്കുറിച്ചാണ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു ആയത്തിറക്കിയിട്ട് അവരെ ദുഷ്ടന്മാർ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നത്. ഇനി ഇബ്നു അബ്ബാസ് ഈ വാക്യത്തെക്കുറിച്ച് കൊടുത്തിട്ടുള്ളത് നോക്കുക. ആൻഡ് വെൻ അള്ളാഹ് പ്രോമിസ്ഡ് യു വൺ ഓഫ് ദ ടു ബാൻഡ്സ് ഓഫ് ദി എനിമി വൺ ഓഫ് ടു തിങ്സ്, ദ കാരവൻ ഓർ ദ ബിലോങ്ങിങ്സ് ഓഫ് ദി ആർമി, ദാറ്റ് ഇറ്റ് ഷുഡ് ബി യുവേഴ്സ് ആസ് സ്പോയിൽസ് ഓഫ് വാർ. അപ്പോൾ നിങ്ങൾക്ക് കച്ചവട സംഘത്തിൻ്റെ കയ്യിലുള്ള മുതലുകൾ, അതല്ലെങ്കിൽ മറ്റേ സൈനികരുടെ കയ്യിലുള്ള മുതലുകൾ, ഇതിൽ രണ്ടിലൊരു മുതൽ നിങ്ങൾക്ക് തരാമെന്നാണ് ഇവിടെ രണ്ടിലൊരു സംഘത്തെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. ഈ സൈന്യത്തെ കീഴടക്കിയിട്ട് നമുക്ക് നമ്മുടെ മതം വളർത്താം, നമുക്ക് മക്കയെ കീഴടക്കാം എന്നൊന്നും അല്ല, മറിച്ച് അവരോട് മുഹമ്മദ് ഓഫർ ചെയ്യുന്നത് ആ സൈനികരുടെ കൈവശമുള്ള സ്വത്തുക്കൾ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കച്ചവട സംഘത്തിൻ്റെ കൈവശമുള്ള ഭാരിച്ച സ്വത്തുക്കൾ, ഈ രണ്ടിലൊരു സ്വത്ത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് വരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സൈന്യം ഇല്ലാത്ത കച്ചവട സംഘത്തെ കൊള്ളയടിച്ച് ഭാരിച്ച സ്വത്ത് കൈക്കലാക്കാനായിരുന്നു അനുയായികൾക്ക് താല്പര്യം. അതേസമയത്ത് ആയുധവുമായിട്ട് വരുന്ന സൈന്യത്തോട് ഏറ്റുമുട്ടി അവരെ തോൽപ്പിച്ച് അവരുടെ വാളും പടയങ്കിയും കിട്ടുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അതിന് ഞങ്ങൾ പ്രിപ്പയർഡ് അല്ല തൽക്കാലം എന്നതായിരുന്നു ഈ തർക്കം ഉന്നയിച്ചവരുടെ പ്രശ്നം. അതിനെയാണ് യുദ്ധം വിജയിച്ച് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് കുറ്റപ്പെടുത്തുന്നത്. മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡിയായ അള്ളാഹുവിൻ്റെ വെളിപാടുകളിലൂടെ മുഹമ്മദ് കുറ്റപ്പെടുത്തുന്നത്. ഇനി ഇബ്നു കസീർ ഇബ്നു ഇസാഖിൻ്റെ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു നോക്കൂ. ഇബ്നു ഇസാഖ് റിപ്പോർട്ടഡ് ദാറ്റ് Abdullah ibn Abbas said, when the messenger of Allah heard that Abu Sufyan had left the Sham area headed towards Mecca with Quraysh's caravan, he encouraged the Muslims to march forth to intercept them, saying, This is the caravan of Quraysh carrying their property, so march forth to intercept it. Allah might make it as war spoils for you. ആ കാരവൻ സംഘത്തിൻ്റെ സ്വത്തുക്കളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് കൊള്ള മുതലായിട്ട് തരും എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ പുറപ്പെട്ടു. ഇനി രണ്ടാമതൊരു സംഘത്തെ നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മുടെ അമാനി മൗലവിയുടെ തഫ്സീറിൽ മലയാളത്തിൽ എഴുതി വെച്ച ഭാഗം നാം വായിക്കാം. വർത്തക സംഘം, പട്ടാള സംഘം എന്നീ രണ്ടിൽ ഏതൊരു സംഘത്തെ നിങ്ങൾ നേരിട്ടാലും ആ സംഘത്തെ പരാജയപ്പെടുത്തി നിങ്ങൾക്ക് അവരോട് വിജയം നേടാം. അതിന് അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന് നബി മുഖേന അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു. ആൾബലവും ആയുധശക്തിയും ഇല്ലാത്ത വർത്തക സംഘത്തെ നേരിടുവാനായിരുന്നു നിങ്ങളുടെ മോഹം. വളരെ ക്ലേശമൊന്നും അനുഭവിക്കേണ്ടി വരാതെ അതിലുള്ള സമ്പത്തുക്കളെ നിങ്ങൾക്ക് അധീനമാക്കാമെന്ന് നിങ്ങൾ കരുതി. എന്നാൽ അള്ളാഹു അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ വഴി ഉദ്ദേശിച്ചത് അതിനേക്കാൾ ഉപരിയായ മറ്റൊന്നായിരുന്നു. സത്യമതത്തിന് ഇവിടെ സ്ഥിരീകരണവും പ്രചാരണ സ്വാതന്ത്ര്യവും ഉണ്ടാവണം. അതിൻ്റെ നിഷേധികളുടെ ശക്തിയും സ്വാധീനവും നാമാവശേഷമാക്കുകയും വേണം. അതായിരുന്നു അവൻ ഉദ്ദേശിച്ചത്. അതാണ് അവൻ നടപ്പിൽ വരുത്തിയത്. അതെ, നിങ്ങളെ നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചു വന്ന ആ മഹാപാപികളുടെ അഭീഷ്ടങ്ങൾക്കെതിരായി ഇസ്ലാമാകുന്ന യാഥാർത്ഥ്യത്തെ വിജയിപ്പിക്കുകയും സിർക്കാകുന്ന യാഥാർത്ഥ്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്യുവാൻ വേണ്ടിയാണ് അവൻ അതൊക്കെ ചെയ്തത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് പറഞ്ഞത്, മക്കയിലെ ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകളെ മുഴുവൻ നശിപ്പിക്കാനുള്ള പദ്ധതിയായിരുന്നു. അതിന് അള്ളാഹുവിന് നേരിട്ട് കൂട്ടിയാൽ കൂടൂല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അള്ളാഹു മുഹമ്മദിനെ കൊണ്ട് ചതി പ്രയോഗിച്ച് അവരെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ നിന്ന് Allah says he willed for you to meet the armed enemy rather than the caravan, so that he makes you prevail above them and gain victory over them, making his religion apparent and Islam victorious and dominant above all religions. He has perfect knowledge of the consequences of all things. You are surrounded by his wise planning, although people only like what appears favorable to them. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്ലാൻ എന്തായിരുന്നു?
മുസ്ലിങ്ങളെ മറ്റു മതക്കാരുടെ മേൽ വിജയികളാക്കി തീർക്കുകയും അങ്ങനെ എല്ലാ മതങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മതത്തെ വിജയിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു കച്ചവട സംഘത്തിന് പകരം കച്ചവട സംഘത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പുറപ്പെട്ട മക്കൻ സൈനികരുമായിട്ട് ഏറ്റുമുട്ടാൻ പദ്ധതിയൊരുക്കിയത്. ആ പ്ലാൻ അനുസരിച്ചാണ് ബദർ യുദ്ധം നടന്നത്. അതനുസരിച്ച് മക്കയിലെ ഖുറൈശികളായിട്ടുള്ള 10-70 പേരെ കൊല്ലാനും 10-70 പേരെ തടവുകാരായി പിടിക്കാനും അങ്ങനെ മക്കൾക്ക് നേരെ കനത്ത ഒരു പ്രഹരമേൽപ്പിക്കാനും മുഹമ്മദിന് സാധിച്ചത് അള്ളാഹുവിൻ്റെ ഈ പ്ലാൻ അനുസരിച്ചാണ് എന്നാണ് ഈ പറഞ്ഞത്. ഇനി അള്ളാഹുവിൻ്റെ പ്ലാനിനെ കുറിച്ച് 8ാമത്തെ വാക്യത്തിന് വ്യാഖ്യാനമായിട്ട് ഇബ്നു അബ്ബാസ് കൊടുത്തിട്ടുള്ള ഭാഗമാണിത്. In order to manifest the religion of Islam in Mecca, to triumph and bring vanity to naught and destroy idolatry and its adherents, however much the guilty might oppose, even if the idolaters dislike it. അപ്പോൾ ഐഡോലേറ്ററി, അതായത് ബഹുദൈവ ആരാധനയും വിഗ്രഹാരാധനയും ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നടപ്പിലാക്കിയ പദ്ധതിയാണ് വാളെടുത്തിട്ട് ഈ വിഗ്രഹാരാധകരുടെ അടിവേര് മുറിച്ച് കളയുക എന്നുള്ളത്. അങ്ങനെ വിഗ്രഹാരാധന നടത്തുകയും ബഹുദൈവാരാധന നടത്തുകയും ചെയ്യുന്ന ആളുകളെ മുഴുവൻ വാളുകൊണ്ട് വേരറുത്തതിന് ശേഷം അള്ളാഹുവിൻ്റെ മതം മറ്റെല്ലാ മതങ്ങളെയും വിജയിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ ബദർ യുദ്ധത്തിലെ അള്ളാഹുവിൻ്റെ പദ്ധതി. സത്യമതത്തെ സത്യമായി പുലർത്തേണ്ടതിനും അസത്യത്തെ ഫലശൂന്യമാക്കി തീർക്കേണ്ടതിനും അത്രേ അത്. ദുഷ്ടന്മാർക്ക് അതെത്ര അനിഷ്ടകരമായാലും ശരി. ഇതാണ് 8ാമത്തെ വാക്യം. അപ്പോൾ സത്യമതത്തെ അസത്യമതങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി, സത്യമതത്തെ ലോകത്തിൻ്റെ മതമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി, അസത്യമതങ്ങളെയെല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു കണ്ടെത്തിയ മാർഗമാണ് അവരെ കൊള്ളയടിക്കാൻ പോവുക. കൊള്ളയടിക്കാൻ കിട്ടിയില്ലെങ്കിൽ അവരെ സൈനികമായിട്ട് ആക്രമിച്ച് അവരെ വേരറുത്ത് കളയുക. ഈ ഖുർആൻ വാക്യങ്ങൾ ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അള്ളാഹു എന്ന് പറയുന്ന ഒരു പഠിച്ചോൻ ഒരു മതമുണ്ടാക്കിയിട്ടുണ്ട്. ആ മതം മാത്രമാണ് സത്യം. അതല്ലാത്ത മതങ്ങളെല്ലാം അസത്യമതങ്ങളാണ്. ഈ അസത്യമതങ്ങൾക്കെതിരെ പ്രബോധനം നടത്തിയിട്ട് ഉത്ബോധനം നടത്തിയിട്ടൊന്നും വലിയ കാര്യമില്ല. ഈ അസത്യമതങ്ങളിൽ വിശ്വസിക്കുന്നവരെ മുഴുവൻ ആയുധം ഉപയോഗിച്ചുകൊണ്ട് കീഴടക്കി ആ മതങ്ങളുടെയും ആ മതസമൂഹങ്ങളുടെയും ഒക്കെ വേരറുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മതം ഈ ഭൂമിയിൽ സ്ഥാപിക്കുക. ഇതാണ് ഇപ്പോൾ ഈ ഖുർആൻ വാക്യവും ഈ ഖുർആൻ വാക്യം അവതരിച്ച പശ്ചാത്തലവും ചരിത്രവും സന്ദർഭവും ഒക്കെ വെച്ചുകൊണ്ട് ഈ ഖുർആൻ വാക്യങ്ങൾ ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിക്ക് എന്തെങ്കിലും സന്ദേശം നൽകാൻ വേണ്ടി ഇറക്കിയ ഒരു വേദഗ്രന്ഥത്തിലെ വാക്യങ്ങളാണെങ്കിൽ അതിനിപ്പോൾ ഞാൻ ഈ പറഞ്ഞ അർത്ഥം മാത്രമേ ഉള്ളൂ. അതല്ലാത്ത എന്തെങ്കിലും അർത്ഥം ഇതിനുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ആളുകൾ പറയണം. ഇവിടെ ബദർ യുദ്ധം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ട് അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഹമ്മദിൻ്റെ അനുയായികളെ അക്രമത്തിനും കൊള്ളയ്ക്കും പ്രേരിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് ഇത് എങ്കിൽ ചരിത്രത്തിൽ കഴിഞ്ഞു പോയ ഒരു സംഭവം എന്ന നിലയ്ക്ക് ഇന്ന് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഈ കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാം. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഒരു വേദഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ലോകാവസാനം വരേക്കുള്ള മനുഷ്യർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിലനിർത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ഖുർആനിലെ ഇത്തരം വാക്യങ്ങളെല്ലാം അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ മുഹമ്മദിൻ്റെ അന്നത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് മുഹമ്മദ് അനുയായികളോട് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് യാതൊരു പരാതിയില്ല. കാരണം മുഹമ്മദൊക്കെ മരിച്ചുപോയിട്ട് 1500 കൊല്ലം കഴിഞ്ഞു. ചരിത്ര സംഭവങ്ങളൊക്കെ നടന്നു പോയിട്ട് എത്രയോ തലമുറകൾ ഇവിടെ ജീവിച്ചു പോയി. അന്ന് എന്തോ നടന്ന് എന്തോ പറഞ്ഞു, ആരൊക്കെയോ കൊന്നു, ആരൊക്കെയോ കൊള്ളയടിച്ചു, നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി, എന്താണ് ധാർമ്മികത എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു മതമുണ്ടാക്കിയ ശേഷം ആ മതമുണ്ടാക്കിയതിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ലോകാവസാനം വരെ ഇതിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ മതത്തെ നിലനിർത്തേണ്ടതെന്നും മതത്തെ വികസിപ്പിക്കേണ്ടത് എന്നുമുള്ള സന്ദേശമാണ് ഇതിലൂടെ പകർന്നു നൽകുന്നതെങ്കിൽ ഈ ഖുർആൻ വാക്യങ്ങൾ
ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും നെറികെട്ട ഒരു ദർശനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. കാരണം ഇത് അക്രമത്തിനാണ് പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ സന്ദർഭവും സാഹചര്യവും നോക്കിക്കഴിഞ്ഞാൽ ഈ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന ഈ വാക്യങ്ങളെല്ലാം ഒരു പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ ദൈവമാണ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഏറ്റവും വലിയ ഭീകരവാദി ആ ദൈവമാണ് എന്ന് പറയേണ്ടി വരും. കാരണം 13 കൊല്ലക്കാലം മുഹമ്മദ് മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരായിരുന്ന തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ ഉത്ബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള വെളിപാടുകൾ, അതാണ് ഖുർആൻ്റെ പകുതിയിലേറെ നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. ആ വെളിപാടുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള ചതിപ്രയോഗമാണ് ഇപ്പോൾ മുഹമ്മദ് മക്കക്കാരോട് ചെയ്യുന്നത്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നെങ്കിൽ ദൈവം ഒരു ചതിയനാണ് എന്ന് മാത്രമല്ല, ദൈവത്തിന് നേരും നെറിയുള്ള ഒരു മാർഗത്തിൽ ഒരു മതം ഉണ്ടാക്കണമെന്ന യാതൊരു ഉദ്ദേശ്യവും ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തമാണ്. കാരണം 13 കൊല്ലം മുഹമ്മദിൻ്റെ ഉത്ബോധനങ്ങൾ മക്കക്കാർ ചെവിക്കൊള്ളാതിരിക്കാനുള്ള കാരണം ഖുർആനിൽ പറയുന്നത് അവരുടെ ചെവികൾക്ക് അള്ളാഹു മുദ്ര വെച്ചു, അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു മൂടി വെച്ചു, അവർ മുഹമ്മദിൻ്റെ ശത്രുക്കളായിരിക്കണമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ 13 കൊല്ലം നീ ഉത്ബോധനം നടത്തിക്കോ, യാതൊരു ഫലമുണ്ടാവില്ല. അവരുടെ ഹൃദയങ്ങൾക്കും കാതുകൾക്കും മനസ്സുകൾക്കുമൊക്കെ ഞാൻ മുദ്ര വെച്ചിട്ടുണ്ട്, ആ മൂടി വെച്ചിട്ടുണ്ട്, അവരെ ഞാൻ അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് 13 കൊല്ലം ഉത്ബോധനം നടത്തിയതിന് ശേഷം നീ മദീനയിലിട്ട് പോയിട്ട് വാളും കൊണ്ടുവന്നിട്ട് അവരെ ആക്രമിച്ചോളൂ എന്നാണ് ഈ പറയുന്നത്. ഈ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ച് അവരെ മുഹമ്മദിൻ്റെ ശത്രുക്കളാക്കി മാറ്റി അവരൊരിക്കലും വിശ്വസിക്കരുത് എന്ന് തീരുമാനിച്ച് അവരെ ആ കോലത്തിലാക്കി വെച്ചു എന്ന് സ്വയം അവകാശപ്പെടുന്ന അതേ അള്ളാഹുവാണ് ഇവിടെ വാളെടുത്തിട്ട് അവരെ കൊള്ളയടിക്കാൻ പോയിക്കോ, അവരെ വെട്ടാൻ പോയിക്കോ, അവരെ ഉന്മൂലനം ചെയ്തോ, നമുക്ക് നമ്മുടെ മതം ഉണ്ടാക്കാൻ അതേ നിവൃത്തിയുള്ളൂ എന്ന് നമ്മളോടും മുഹമ്മദിനോടും പറയുന്നത്. അപ്പോൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈ സത്യവിശ്വാസം, അങ്ങനെയാണല്ലോ അവകാശപ്പെടുന്നത്, ഈ സത്യവിശ്വാസത്തിൻ്റെ കിരണങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടി മറവെച്ച് പൂട്ടിവെച്ച് സീല് വെച്ച അതേ അള്ളാഹുവാണ് വാളുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തിയിട്ട് മതമുണ്ടാക്കാൻ പറയുന്നതെങ്കിൽ ലോകത്ത് സമാധാനത്തിൻ്റേതായ ഒരു മതമുണ്ടാക്കാനല്ല, ലോകാവസാനം വരെ വയലൻസിൻ്റെയും അക്രമത്തിൻ്റെയും ഒരു ഭീകരവാദത്തിൻ്റെയും മതമുണ്ടാക്കാനാണ് ഈ ദൈവം ഇച്ഛിച്ചിരുന്നത് എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന് വളരെ നിഷ്പ്രയാസം ആ മക്കയിലുണ്ടായിരുന്ന ആളുകളെ ഒരു 2 ആയത്തിറക്കുമ്പോൾ തന്നെ വിശ്വാസികളാക്കി മാറ്റാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ഖുർആനിൽ അള്ളാഹു തന്നെ പറയുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരൊക്കെ ഞാൻ വിശ്വാസികളാക്കി മാറ്റുമായിരുന്നു, സന്മാർഗത്തിലാക്കുമായിരുന്നു. പക്ഷേ നരകം നടക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം ആ മക്ക മുശ്രിക്കുകൾ അവിശ്വാസികളായി നിലനിൽക്കുകയും വിശ്വാസത്തിൻ്റേതായ സത്യവിശ്വാസത്തിൻ്റേതായ ഒരു സന്ദേശവും അവരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാതിരിക്കാൻ അവരുടെ മനസ്സുകൾക്കും കാതുകൾക്കുമൊക്കെ അടപ്പ് മൂടിയിടുകയും ചെയ്തതിന് ശേഷം 13 കൊല്ലം പാഴ്വേല നടത്തിയതിന് ശേഷം മുഹമ്മദിനോട് ഇനി ചതി പ്രയോഗിച്ച് അവരെ അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തിക്കോ, അതിനെ നിവൃത്തിയുള്ളൂ എന്ന് സർവശക്തനായ പടച്ചോൻ പറഞ്ഞുവെങ്കിൽ ആ പടച്ചോൻ സർവശക്തനുമല്ല, സർവജ്ഞാനിയുമല്ല, നേരും നെറിയുമുള്ളവനുമല്ല. അത് മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിചിത്ര ഭാവന കഥാപാത്രം മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും നേരും നെറിയുമുള്ള ഒരു ദൈവം ഇങ്ങനെ ഒരു പണി ചെയ്യില്ല, ഇങ്ങനെ ഒരു മതം ഉണ്ടാക്കുകയുമില്ല. ഇനി മറ്റു മതങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം എന്ന മതം ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ പണിയൊക്കെ അന്ന് ഒപ്പിച്ചതെങ്കിൽ ആ ലക്ഷ്യം ഇപ്പോഴും സാധിച്ചിട്ടുണ്ടോ ലോകത്ത്? ലോക ജനസംഖ്യയുടെ എത്ര ചെറിയൊരു ശതമാനം ആളുകളെ ഇപ്പോഴും ഈ മതത്തിലേക്ക് വന്നിട്ടുള്ളൂ. വാളും കുന്തവും തോക്കും ബോംബും ഒക്കെ ആയിട്ട് ഒരുപാട് ലോകം കീഴടക്കി ഈ മതം ഉണ്ടാക്കിയിട്ടും ഇന്നും ലോക ജനസംഖ്യയുടെ ഒരു 20% മാത്രമേ മുസ്ലിങ്ങൾ എന്ന കാനേഷുമാരി വകുപ്പിൽ തന്നെ വിടുന്നതായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ മതത്തിന് പുറത്താണ്, അവരൊക്കെ സത്യനിഷേധികളാണ്, അവരൊക്കെ നരകത്തിലെ വിറകാണ് എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മതവുമൊക്കെ സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ട് കിടക്കുകയാണ്.
ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട്, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് പരാജയപ്പെട്ട് കിടക്കുകയാണ്. ഇനി എന്തെങ്കിലും കാലത്ത് ഇത് വിജയിക്കുമെന്ന വല്ല പ്രതീക്ഷയും ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് പറയാൻ കഴിയുമോ? ഇല്ലയെന്ന് മാത്രമല്ല, ഇന്ന് ഇതുപോലുള്ള ആശയങ്ങളൊക്കെ മനുഷ്യൻ്റെ ധാർമ്മിക ബോധത്തിന് മുമ്പിൽ അങ്ങേയറ്റം നെറികെട്ട ആശയങ്ങളായിട്ടും വലിച്ചെറിയപ്പെടേണ്ട ആശയങ്ങളായിട്ടും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അത് ഞാൻ പറയുന്നതല്ല, ഈ മതത്തെ ഇന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകൾ തന്നെ അത് പറയുന്നു. ഇപ്പോൾ ഞാൻ ഈ വായിച്ച ഖുർആൻ വാക്യങ്ങളും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ സന്ദർഭവും ഒക്കെ വെച്ചുകൊണ്ട് ഇന്ന് ഇസ്ലാമിൻ്റെ ആളുകൾ പറയുന്നത് എന്താണ്? അത് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ്, അതിനൊന്നും ഇന്ന് വലിയ കാര്യമില്ല എന്നാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഈ ഖുർആനിൽ നിന്ന് എടുത്ത് അറബിക്കടലിൽ എറിയേണ്ട കാലം എന്നോ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഖുർആൻ തിരുത്താത്തത്? ഖുർആനിൽ നിന്നൊക്കെ ഇതെല്ലാം എടുത്ത് മാറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് പറയുമ്പോൾ പറയാം അത് പറ്റില്ല, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വള്ളിയും പുള്ളിയും കുത്തും കോമയും മാറ്റാതെ നിലനിർത്താനുള്ള സാധനമാണിത്, ഇത് ലോകാവസാനം വരെ പ്രസക്തമാണ് എന്നപ്പോൾ ഗോൾ പോസ്റ്റ് മാറ്റും. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം ഭീകരവാദത്തിൻ്റെ മതമാണ് എന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഇതൊക്കെ കാലഹരണപ്പെട്ടതാണ്, ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണെന്ന് പറയേണ്ടത്. കാലഹരണപ്പെട്ടത് ഒഴിവാക്കേണ്ടതുമായ കാര്യങ്ങൾ ഒരു ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ പുസ്തകം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകമായിരിക്കുമോ? ഇങ്ങനെ അനേകം യുക്തിപരമായ ചോദ്യങ്ങൾ നമുക്ക് ഇതിൻ്റെ മുമ്പിൽ ചോദിക്കാനുണ്ട്. ഇവിടെയൊക്കെ ബബ്ബ അടിക്കുകയല്ലാതെ നേരും നെറിയുമുള്ള ഒരു മറുപടി പറയാൻ പോലും ഇന്നത്തെ മത നേതാക്കന്മാർക്കോ പണ്ഡിതന്മാർക്കോ വ്യാഖ്യാതാക്കൾക്കോ കഴിയില്ല. അതേസമയത്ത് ഇതൊക്കെ ഇതുപോലെ ഉൾക്കൊണ്ട ചെറിയ ഒരു വിഭാഗം ആളുകളെങ്കിലും ഇന്നും മതത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നതുകൊണ്ടാണ് ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്തുന്നത്. കാരണം മറ്റു മതങ്ങളെയൊക്കെ ഇങ്ങനെയാണ് അതിജീവിക്കേണ്ടത്. മറ്റു മതങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തി ഈ മതം ലോകത്ത് സ്ഥാപിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ വെളിപാട് ഇറക്കിയിട്ടുള്ളത്, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ദൂതന്മാരെ അയച്ചത്, അവസാനത്തെ ദൂതനെ അയച്ചത് എന്ന് വിശ്വസിക്കുന്നവർ ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണ് എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് ഭീകരാക്രമണങ്ങൾക്ക് അള്ളാൻ്റെ കൊടിയും പിടിച്ചിട്ട് ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഭീകരാക്രമണം നടക്കുന്നുണ്ടെങ്കിൽ ആരാണ് കുറ്റക്കാർ? ഈ ഖുർആനാണ് കുറ്റക്കാരൻ. ഈ ഖുർആൻ ഇറക്കിയ അള്ളാഹുവാണ് കുറ്റക്കാരൻ. അള്ളാഹു ആണ് ഇത് ഇറക്കിയതെങ്കിൽ അപ്പോൾ ആരാണ് ഭീകരവാദി? ഈ വെട്ടാൻ പോകുന്ന പാവം വിശ്വാസികളല്ല. ഈ മാതിരി ഒരു ചരിത്രമുണ്ടാക്കി അതിനുവേണ്ടി ഇത്തരത്തിലുള്ള വെളിപാടുകൾ അവതരിപ്പിച്ച ഈ ദൈവം തന്നെയാണ് ഏറ്റവും വലിയ ഭീകരവാദി. അതുകൊണ്ടാണ് ദൈവങ്ങൾ ഇന്ന് മനുഷ്യർക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ പറയുന്നത്. ഈ ദൈവങ്ങളൊക്കെ ഒരു കാലത്ത് മനുഷ്യർ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ഗോത്ര താല്പര്യങ്ങൾക്ക് വേണ്ടി മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥകൾ മാത്രമാണ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഖുർആൻ ഉടനീളം മുഹമ്മദ് നടത്തിയിട്ടുള്ള ചതിയുടെയും നെറികേടിൻ്റെയും അക്രമത്തിൻ്റെയും ചരിത്രമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം.